Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti. കൊണ്ടോട്ടി നഗരസഭയുടെയും കൊണ്ടോട്ടി നെടിയിരുപ്പ് കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരക മന്ദിരത്തിൽ വെച്ച് വിവിധ പരിപാടികളോടെ ആചരിച്ചു. കൊണ്ടോട്ടി നഗരസഭാ ചെയർമാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് നിയോജക മണ്ഡലം MLA TP അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. ആധുനികമായ കാലത്തിനനുസരിച്ച് കൃഷിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിൽ കൃഷി വികസന സമിതി ഉണ്ടായി. ആ കാർഷിക വികസന സമിതി പങ്കെടുത്തപ്പോഴാണ് നിരവധിയായിട്ടുള്ള സ്കീമുകളുണ്ട്, പക്ഷെ ആളുകൾക്ക് അത് അറിയില്ല. ഇപ്പോ ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകുന്ന നിരവധിയായിട്ടുള്ള കാർഷിക സ്കീമുകളുണ്ട്. അതുപോലെ തന്നെ ക്ഷീര കർഷകർക്കുള്ള സ്കീമുകളുണ്ട്. ഗ്രൂപ്പായിട്ട് പശുവിനെ വളർത്തുകയോ തീറ്റപ്പുലി കൃഷി നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊന്നും മലപ്പുറം ജില്ലയിൽ വേണ്ടത്ര ഉൽപാദനമില്ല എന്നുള്ളതാണ് അതിൻ്റെ ജില്ലാ ഡയറക്ടറൊക്കെ അന്ന് മീറ്റിംഗിൽ പറഞ്ഞത്. അതുപോലെ തന്നെ വിദേശ ഫ്രൂട്ടുകൾ എത്ര കണ്ട് ചെയ്യുകയാണെങ്കിലും അതിന് വലിയ രീതിയിലുള്ള സബ്സിഡിയും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കേര എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊജക്റ്റ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി 2300 കോടിയുടെ പ്രൊജക്റ്റ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേര എന്ന് പറയുന്നത് അത് കേരള റെസിലിയൻസ് അഗ്രോ വാല്യൂ ആഡഡ് ചെയിൻ എന്ന രീതിയിലാണ് ആ ഒരു പ്രൊജക്റ്റ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫലം, ഒരു ചക്കയോ അല്ലെങ്കിൽ ഒരു മാങ്ങയോ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അതേ ചക്കയും മാങ്ങയുമായി വിപണിയിൽ കൊണ്ടുപോയി വിറ്റാൽ കിട്ടുന്ന വില വളരെ കുറവായിരിക്കും. പക്ഷെ അതിനെ സ്ക്വാഷ് രൂപത്തിലേക്ക് മാറ്റി അതല്ലെങ്കിൽ മറ്റു പൊടിച്ച് പൗഡറാക്കി മാറ്റി പല വിധത്തിൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി നമ്മൾ വിൽപ്പന നടത്തുകയാണെങ്കിൽ അതിന് വലിയ സാധ്യതകളുണ്ട്, അതിന് വില വർദ്ധിക്കും, അത് ഏറ്റെടുക്കാൻ ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് കൃഷിയിൽ വൈവിധ്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സ്കീമുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആണ്. അതിന് നിരവധിയായിട്ടുള്ള അതെങ്ങനെ ലഭിക്കുമെന്നുള്ളതിന് ഒരുപാട് അവരുടെ ചില ക്രൈറ്റീരിയകളുണ്ട്. അതുപോലെ തന്നെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ നമുക്കിവിടെ ധാരാളമായി ഉണ്ടാകേണ്ടതുണ്ട്. FPOകളാണ്, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകളും കമ്പനികളുമാണ് ഞാൻ ഈ പറയുന്നത് പോലെ കേരളയുടെയും മറ്റുമൊക്കെയുള്ള പ്രോജക്റ്റുകൾ നബാർഡിന്റെ സ്കീമുകൾക്ക് കിട്ടാൻ ഏറ്റവും അധികം ഉണ്ടാകേണ്ടത്. നമ്മുടെ ഈ നഗരസഭയിൽ എത്ര FPC ഉണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുതുവല്ലൂരിൽ ഒരു FPC വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. മുതുവല്ലൂരല്ല, വാഴയൂർ. അവര് വാഴയുടെ വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങളാണ്. ഇണ്ണിക്കമ്പ്, അതുപോലെ തന്നെ വാഴ ജ്യൂസ്, അതുപോലെ തന്നെ അതിന്റെ വാഴയില, വാഴ എല്ലാത്തിന്റെയും വെറൈറ്റികൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തതകൾ കൃഷിയിൽ കൊണ്ടുവരികയും അതിന് കൂട്ടായ്മകൾ ഉണ്ടാവുകയും അതിന് ഇതുപോലെയുള്ള സ്കീമുകൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന രൂപത്തിലേക്ക് നമുക്ക് നമ്മുടെ കർഷകരിലേക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം. ഞാൻ മലപ്പുറത്തെ ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള മെഹ്റുനിസ എന്ന് പറയുന്ന ADAയോട് പറഞ്ഞിരുന്നു, നമുക്ക് കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ നഗരസഭ ഉൾപ്പെടെ എല്ലായിടത്തു നിന്നും കൃഷിയിൽ തൽപരരായ ആളുകളെയും ഉദ്യോഗസ്ഥരെയും വിളിച്ചുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ കൃഷി രീതിയെ കൂടുതൽ ഇതേപോലുള്ള സ്കീമുകളൊക്കെ ആളുകളിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള കൊണ്ടോട്ടി കൃഷി ഓഫീസർ ഫസ്ന ബീഗം നഗരസഭ നടപ്പിലാക്കുന്ന വിവിധ കാർഷിക പദ്ധതികൾ വിശദീകരിച്ചു. നഗരസഭാ പരിധിയിലെ മികച്ച 23 കർഷകരെയും 2 വിദ്യാലയങ്ങളെയും ചടങ്ങിൽ അവാർഡ് നൽകി ആദരിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത 150 കർഷകർക്ക് കൊണ്ടോട്ടി നഗരസഭ വിയറ്റ്നാം മേളി ഇനത്തിൽപ്പെട്ട ഒട്ടുപ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു. കർഷകർക്ക് കൊണ്ടോട്ടി നെടിയിരുപ്പ് സഹകരണ ബാങ്കുകൾ സ്പോൺസർ ചെയ്ത ഉപഹാരങ്ങളും കൊണ്ടോട്ടി ലയൺസ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത കപ്പയും കട്ടനും നാടൻ പാട്ടുകളും ചടങ്ങിന് മാറ്റുകൂട്ടി. അവാർഡിന് അർഹരായ കർഷകർക്ക് ചിറയിൽ ഗാർഡൻ സ്പോൺസർ ചെയ്ത തൈകൾ വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് AIR1. Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti.